പക്ഷെ അക്കാലത്ത് താങ്കൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അതെ അതെ അത് എവിടെ നിന്ന് തുടങ്ങിയത്? അത് ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് കൊടുത്ത് ഒത്തിരി എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വീട് വെക്കാനായാലും ഇതിൻ്റെ ഫുള്ള് വെബ്സൈറ്റ് ഡിസൈനും ഡെവലപ്മെൻ്റ് ഒക്കെ ഹാൻഡിൽ എക്സലന്റ്. അത് നല്ലൊരു വെബ്സൈറ്റ് ആണ്, അതെ അതെ വേൾഡ് ക്ലാസ് സാധനമാണ്. അതെ അത് നിങ്ങളാണ് ചെയ്തത്? അതെ അതെ ഏയ് വേറെ ഏതൊക്കെ ക്ലയന്റ്? നമ്മൾ ലെക്സസ് വെബ്സൈറ്റ് നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയും ഒന്നും ഇല്ലാതെ തന്നെ താങ്കൾ ഡിസൈനറിലോട്ട് വന്നു. അതെ 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 2024 ഇന്ത്യാസ് ബെസ്റ്റ് ഡിസൈൻ അവാർഡ് കിട്ടിയ ഒരു ഏജൻസിയാണ് നമ്മുടെ. വെരി ഗുഡ്. അത് ഏത് ഇതിനാണ്? അത് ഏത്തറിന്റെ പിന്നെ ക്യൂരിയസ് അവാർഡ് ഉണ്ടായിരുന്നു വേറൊരു പ്രൊജക്ഷൻ. നമ്മൾ ഒരു സംഭവം ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് പേഷ്യൻസ് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും പെട്ടെന്നാവില്ല. എംപ്ലോയീസിന് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. നമ്മളെല്ലാ രീതിയിലും എല്ലാ കൾച്ചറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലം മാറിപ്പോയി. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടൊരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് ജോഗ്രഫി ഈസ് ഹിസ്റ്ററി എന്നാണ് പറയുക. നമ്മൾ എവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നു ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ പഠനമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബാംഗ്ലൂരിലെത്തുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു, പിന്നീട് സ്വന്തമായി ഒരു IT കമ്പനി തുടങ്ങുന്നു. വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വളരെ കുറവാണ്. എന്നാൽ അദ്ദേഹം ഇന്ന് എത്തി നിൽക്കുന്നത് US-ലാണ്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിൽ നിരവധി പേർക്ക് ജോലി കൊടുക്കുന്നു. വിസ്മയമായി തോന്നിയേക്കാം. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. വളരെ എളിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ കാര്യങ്ങളുണ്ടാവുക. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിൻ്റെ ഏതറ്റം വരെ പോകാൻ ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം. അത് മാത്രം പോരാ, വിട്ടുകളയരുത്. അതിനൊക്കെ ഉദാഹരണമാണ് സ്പാർക്കുള്ള ഈ എപ്പിസോഡ്. എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് US-ൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് കൊച്ചി സ്റ്റുഡിയോയിൽ, സ്പാർക്കിൻ്റെ സ്റ്റുഡിയോയിലിരിക്കുന്ന ഷെരീഫാണ്. ഷെരീഫ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. താങ്കൾ സ്പാർക്കിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് എന്നോട് പറഞ്ഞു. വളരെ സന്തോഷം. അതെ അതെ ഇവിടെ ഒരു ഹോട്ട് സീറ്റിൽ വന്ന് ഇരുത്താൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. താങ്കളുടെ നാട് എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂരാണ്. മലബാറുകാർ നന്മയുള്ള ആൾക്കാരാണെന്ന് പറയും. പയ്യന്നൂരിൽ നിന്ന് പഠനമൊക്കെ എവിടെയായിരുന്നു? +2 വരെ കണ്ണൂർ തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി പയ്യന്നൂർ കോളേജിൽ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തില്ല. പഠനം അവിടെ വെച്ച് തന്നെ 12ാം ക്ലാസ്സോട് നിർത്തി. അപ്പോൾ ഉപ്പ എന്ത് ചെയ്യായിരുന്നു? ഉപ്പ ചെറിയ തുണിക്കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ. അങ്ങനെ ഒരു വലിയ ബിസിനസ് ഫാമിലിയിൽ നിന്നൊന്നും അല്ല. 12ാം ക്ലാസ്സോടുകൂടി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്തേ? അത് ഞാൻ +2 കഴിഞ്ഞപ്പോൾ പിന്നെ ഹിന്ദി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ഹിന്ദി അധ്യാപകനാവണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പയ്യന്നൂർ കോളേജിൽ ഫങ്ഷണൽ ഹിന്ദിക്ക് ജോയിൻ ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയാലിറ്റി ഹിറ്റ് ചെയ്യുന്നത്. അതായത് അതാവണമെന്നുണ്ടെങ്കിൽ കുറേ പൈസയുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരായിട്ട് പോകാം, അവിടെയാണ് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അന്നത്തെ ഇതിൽ പിന്നെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരേക്ക് ബസ് കയറി 2007 2008 ഫസ്റ്റ് കാലഘട്ടത്തിലായിരുന്നു ബാംഗ്ലൂരേക്ക് എത്തിയത്. ബാംഗ്ലൂരെത്തി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ബാംഗ്ലൂർ എത്തിയ സമയത്ത് ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഡിഗ്രി എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു AASP കോഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അറീനയിൽ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ അവിടെ എനിക്ക് കണ്ടിന്യൂ ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരു വീക്ക്ലി 2 days ആയിരുന്നു ക്ലാസ്. കാരണം ഫീസ് ഓരോ സെമിസ്റ്ററിനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. വീട്ടുകാർക്ക് അത്ര വലിയ സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇനീഷ്യലി അവിടെ നിന്ന് എന്ത് ചെയ്യാന്നുള്ളത് പാരലലി ആദ്യം ജോയിൻ ചെയ്ത് പഠിക്കാൻ ചെയ്ത സമയത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു ജോലി അവിടുന്ന് ഒരു ഫ്രണ്ട് കിട്ടിയായിരുന്നു. അത് ഞാൻ ഏകദേശം 2 വർഷം ബാംഗ്ലൂർ അലൂമിനിയം ഫാബ്രിക്കേഷൻ പഠിച്ച അത് ജോലിയാണ് തുടങ്ങിയത്. 2 കൊല്ലം പണി ചെയ്തു. 2 കൊല്ലം ചെയ്തായിരുന്നു. അതിനുശേഷം പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ സപ്ലയർ വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ ജസ്റ്റ് ഒരു ഇത് കിട്ടി. അങ്ങനെ അവിടെ കയറി. ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അത് മെയിൻ കയറാൻ തന്നെ കാരണം അലുമിനിയം ഫാബ്രിക്കേഷനിൽ നമുക്ക് ഫുഡിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ദൂരമായിരിക്കും വർക്ക് വരുന്നത്. അപ്പോൾ ഭക്ഷണം കിട്ടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ സമയത്താണ് ഇവിടെ ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ അവിടെ നോക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടെ കയറി. ഒരു ദിവസം അവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന
അതായത് മെയിൻ ഷെഫിന് ചെറിയൊരു കൈക്കെന്തോ അസുഖമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു. അന്നാണ് ആദ്യമായിട്ട് പൊറോട്ടയൊക്കെ അടിക്കുന്നത്. അത് ശരി. അന്ന് അങ്ങ് ധൈര്യമായിട്ട് ചെയ്തു, അതങ്ങ് കണ്ടിന്യൂ ചെയ്തു കുറച്ച് നാൾ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ആ ഹോട്ടലിൽ തന്നെ ആക്ച്വലി 1 വർഷത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. പാരലലി ഞാൻ പറഞ്ഞ പോലെ ഈ 2 സെമിസ്റ്റർ ഞാൻ പോയായിരുന്നു, 2 സെമിസ്റ്റർ പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈനിൽ എൻ്റെ നൗക്കറിയിൽ ഇത് ബയോഡേറ്റ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു 2010 ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് എനിക്ക് ഒരു കോൾ വരുന്നത്. 22 ഫീറ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസിയിൽ നിന്ന് വളർന്നത് കോള്. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഡേറ്റ എൻട്രിക്ക് ആളെ വേണം, അപ്പോൾ താല്പര്യമുണ്ടോ വെച്ചിട്ട് അന്നത്തെ അവിടുത്തെ HR വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അന്ന് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലക്കലി ഒരു മലയാളി ഉണ്ടായിരുന്നു, പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഓഫീസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര വലിയ, അന്നത്തെ കാണുമ്പോൾ നമ്മൾ വലിയ ഓഫീസ്, ഈ സപ്ലറായിട്ട് നിന്ന് ഹോട്ടലിൽ നിന്നാണ് അവിടെ പോകുന്നത്. അതെ അതെ. അപ്പോൾ ഹോട്ടലിൽ നമ്മൾ ഡെയിലി പോയി കഴിഞ്ഞാൽ ഹോട്ടലായാലും ഈ ഫാബ്രിക്കേഷൻ വർക്കായാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100 രൂപ ഡെയിലി കിട്ടുമായിരുന്നു, അന്ന് കിട്ടുമായിരുന്നു. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ് ടു സർവൈവ് എന്നുള്ള ഒരു സാധനമായിരുന്നു. നമ്മുടെ റൂംമേറ്റ് ഒരു 6 പേരുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 6 പേര് 2400 രൂപ റൂം റെൻറ്റ്, 400 രൂപ ഒരാൾക്ക് എക്സ്പെൻസ് വരുള്ളൂ. അപ്പോൾ അവിടുന്ന് പിന്നെ ഇതിൽ ജോലി കിട്ടിയോ കോൾ സെൻറ്ററിൽ? കോൾ സെൻറ്ററിലല്ല, ഈ ഡേറ്റ എൻട്രി ആയിട്ട് അവിടെ ജോലി കിട്ടി. അപ്പോൾ അവരന്ന് എന്നോട് സാലറി ചോദിച്ചു എത്രയാണെന്നുള്ളത്. അപ്പോൾ 6000 രൂപ സാലറിക്ക് ഞാൻ അവിടെ ജോയിൻ ചെയ്തു എൻ്റെ 2010. ഓക്കെ. അതാണ് തുടക്കം. അവിടുന്ന് പിന്നെ ഞാൻ 7ാമത്തെ എംപ്ലോയി ആയിരുന്നു അവിടെ. അതിന് മുൻപേ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഫൈൻ ആർട്സ് കഴിഞ്ഞ ആൾക്കാരും അതുപോലെ എൻജിനീയേഴ്സൊക്കെ ആയിരുന്നു. അപ്പം എനിക്കുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായില്ല, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ഡു സംതിങ് എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി കളയേണ്ടെന്നുള്ള രീതിയിൽ അവിടുന്ന് തുടങ്ങി. 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഡിസൈൻ ചെയ്യുന്ന കണ്ടു, അവിടെയുള്ള സീനിയേഴ്സ് ഡിസൈൻ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. വെബ് ഒത്തിരി ഭയങ്കര ഡിസൈനിങ് ആയിരുന്നു അവർ ചെയ്യുന്നത്, വളരെ ഭയങ്കര കസ്റ്റം ഡിസൈനൊക്കെ ആയിരുന്നു, ടെംപ്ലേറ്റൈസ്ഡ് അല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സീനിയറോട് അന്ന് ഇങ്ങനെ ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റി തന്നു. അവിടെ ഞാൻ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ഡിസൈൻ കുറച്ച് പഠിച്ചു. അവർ ചെയ്യുന്ന വർക്കിൻ്റെയൊക്കെ ഇൻസൈഡ് പേജസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വർക്ക് വന്ന സമയത്താണെന്ന് തോന്നുന്നു ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വേറൊരു സീനിയർ എനിക്ക് എന്തുകൊണ്ട് ഡെവലപ്മെൻറ്റ് ചെയ്തുകൂടെ, എനിക്ക് നോക്കണോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൂഗിളിൽ ഇരുന്ന് രാത്രിയും പകലില്ലാതെ ഞാൻ സ്വന്തമായിട്ട് നോക്കി പഠിച്ച് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴും എനിക്കറിയില്ല, കാരണം അതൊക്കെ ബേസ് വേണം. HTML ആയാലും ജാവാസ്ക്രിപ്റ്റ് ആയാലും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസ് വേണം. പക്ഷേ ഞാൻ അന്ന് ഗൂഗിളിൽ, ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്, ChatGPT കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് അതില്ലാത്തതുകൊണ്ട് കുറേ അതൊരു സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ഐ വാണ്ട് ഡു, നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചെയ്താൽ. അങ്ങനെ ഞാനത് പഠിച്ചു, ഡെവലപ്മെൻറ്റും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കമ്പനിയിൽ ഡിസൈനർ കം ഡെവലപ്പറായി ഞാൻ. ശരി. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഒന്നും ഇല്ലാതെ തന്നെ താങ്കൾ ഡിസൈനറിലോട്ട് വന്നു? അതെ 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 അതെ. പണി പഠിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ ആക്ച്വലി 10 വർഷം അവിടെ വർക്ക് ചെയ്തായിരുന്നു ആ കമ്പനിയിൽ. 2013 ആയപ്പോഴത്തേക്ക് 22 ഫീറ്റ് DDB അക്വയർ ചെയ്തു. ഓൾമോസ്റ്റ് 100-200 പേരുടെ മുകളിൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മളൊക്കെ ആ ഫസ്റ്റ് ജോയിൻ ചെയ്ത ടീമിലുണ്ടായ ആൾക്കാരാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു, നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു അവിടെ. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഒരു എന്താ പറയുക, ഒരു കൾച്ചർ സെറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ആ ഒരു ഇനീഷ്യൽ നമ്മുടെ ഏജ്, നമുക്ക് കിട്ടുന്ന റൈറ്റ് ഫ്രണ്ട്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നല്ല ഫ്രണ്ട്സായിരുന്നു എനിക്ക് ഉണ്ടായതൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, യു ലേൺ ഹൗ ടു ബിഹേവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. സോ അത് ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചൊരു സ്ഥാപനമാണല്ലേ. അതെ. പക്ഷെ അക്കാലത്ത് താങ്കൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു? അതെ അതെ. അത് എവിടെ നിന്ന് തുടങ്ങിയതാ? അത് 5ാം ക്ലാസ് തൊട്ട്. 5ാം ക്ലാസ്? ആകെ ഇത്തിരി ഉള്ളൂ ആ പ്രായത്തില്? ഓക്കെ. 5ാം ക്ലാസ് തൊട്ട് എൻ്റെ കൂടെ പഠിച്ചതാണ്. ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്? വേറെ ഡിവിഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു. അതിനുശേഷം ഞാൻ ഇതിപ്പോ ഈ സാർമാരും ടീച്ചർമാരൊക്കെ കാണുന്നില്ലേ? അതൊക്കെ കണ്ടായിരുന്നു. അവര് ചെറിയൊരു പ്രശ്നമൊക്കെ ആക്കി, സാറൊക്കെ ഒരു തവണ തല്ലിയായിരുന്നു. ഇപ്പോഴെന്റെ 8ാം ക്ലാസ്. എന്റെ അറിവില് അദ്ദേഹം വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുമാണ്. അതെ അതെ അല്ലേ? അതെ അതെ. അപ്പോൾ എന്നിട്ട് പിന്നെ അത് എവിടം വരെ എത്തി?
അത് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ വേറൊരു പിന്നെ സ്കൂളിലോട്ട് പോയി ഹൈ സ്കൂളിൽ പഠിക്കാൻ. പുള്ളിക്കാരി ഹൈ സ്കൂൾ അവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരി ഒരിക്കലും ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. നമ്മളെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. വൺ സൈഡ് ആണ്. അതെ, വൺ സൈഡ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബാംഗ്ലൂരിൽ നിന്ന് പുള്ളിക്കാരിക്ക് ആക്സഞ്ചറിൽ ജോലി കിട്ടി. ബാംഗ്ലൂരോട്ട് വന്നു. അന്ന് കുറേ നാളിന് ശേഷം സംസാരിച്ചപ്പോൾ അതൊക്കെ പഴയൊരു എന്താ പറയുക, ഒരു കോമഡി ആയിട്ട് കുറേ സംസാരിച്ച് ചിരിച്ചതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭയങ്കര രസമായിരുന്നു. കുറേ സമയം ഫോണിൽ വിളിച്ച് സംസാരിച്ച് അന്ന് ഫേസ്ബുക്കിൽ സോറി പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം. അതൊക്കെ പണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്പർ വാങ്ങിച്ചു. പെട്ടെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയി ഇയാൾ വീണ്ടും മെസ്സേജ് അയച്ചപ്പോൾ. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നാൾ സംസാരിച്ച് ഐ തിങ്ക് 2014 ആകുമ്പോഴത്തേക്കാണ് അവർ ഓക്കെ പറഞ്ഞത്. അത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഓക്കെ പറഞ്ഞു. പക്ഷേ 5ാം ക്ലാസ്സിൽ തുടങ്ങിയത് അവസാനം അദ്ദേഹം ആക്സഞ്ചറിൽ ജോലി ചെയ്യാണ്. അതെ. ഓക്കെ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു അത് വീട്ടിൽ അച്ഛനമ്മ സമ്മതിക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ എനിക്ക് പറ്റുവാണെങ്കിൽ അവരോട് സംസാരിച്ച് സമ്മതിക്കാൻ പറ്റുവാണെങ്കിൽ സമ്മതിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ അമ്മനെ വിളിച്ച് സംസാരിച്ചു. അമ്മ ഒരു പാവമാണ്. അവരോട് സംസാരിച്ചു. അച്ഛനും അതെ. അവരോടൊക്കെ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അങ്ങനെ നാട്ടിൽ നിന്ന് അവരുടെ പല റിലേറ്റീവ്സും എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരേക്ക് ബസ് കയറി വന്നായിരുന്നു. എന്നെ അവളെയും കൺവിൻസ് ചെയ്ത് ഇതിന്ന് പിന്തിരിയാൻ. പക്ഷെ ഞാൻ അവരെയൊക്കെ കൺവിൻസ് ചെയ്ത് തിരിച്ചയച്ചു. പിന്നെ അവർ വീട്ടിൽ പോയി ഞാൻ ഓക്കെയാണ്, നല്ലതാണെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആയി. പക്ഷേ അതിൽ പിന്നെ അവർ ഒരു എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് ലൈക്ക് വലിയച്ഛനായാലും വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവരെയൊന്നും എതിർത്തിട്ട് അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയച്ഛനും ബാംഗ്ലൂർ വന്നായിരുന്നു. അപ്പോൾ വലിയച്ഛനെ ഞാൻ കൺവിൻസ് ചെയ്തു. പിന്നെ കല്യാണം നടത്തുമ്പോൾ നല്ല രീതിയിൽ നടത്തണമെന്നുണ്ടായിരുന്നു. കാരണം ഇല്ലെങ്കിൽ നാളെ ഒരിക്കലും ആൾക്കാർ പറയരുത് ബാലേട്ടൻ്റെ മോള് ഒരുത്തൻ്റെ വരെ പോയി എന്നുള്ളൊരു പറയാനുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു. എല്ലാ ആൾക്കാരെയും വിളിച്ചു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 10,000-2000 ആൾക്കാർ കല്യാണത്തിന് പങ്കെടുത്തായിരുന്നു. MLA അടക്കം, രാജേഷ് MLA ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും വന്നു. 5ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയം 2016 സെപ്റ്റംബറിലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആക്സഞ്ചറിൽ തന്നെയാണ് ഇപ്പോഴും? അല്ല, അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് IBM-ലോട്ട് ജോലി കിട്ടി. ജോലി കിട്ടി. അവിടുന്ന് US-ലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അദ്ദേഹം US-ലോട്ട് പോയി. അപ്പോൾ താങ്കൾ ബാംഗ്ലൂർ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ പുതിയ കമ്പനി ടേക്ക് ഓവർ ചെയ്തപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു അവിടെ? അത് പിന്നെ ഒരു 2018 ആയപ്പോഴത്തേക്കും കമ്പനിയിലുള്ള നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പോയായിരുന്നു. ഒരു ഇതെല്ലാ ആൾക്കാരും പുതിയ കമ്പനിയിലോട്ടും ഒക്കെ പോയായിരുന്നു. സോ അതിനുശേഷം കോവിഡ് ഹിറ്റാവുന്ന ഒരു സമയത്താണ് എൻ്റെ ടീമിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജോലി പോയത്. പുതിയ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദെൻ ഐ റിയലൈസ്ഡ് നമുക്ക് തന്നെ സെക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ എംപ്ലോയീസിനെന്ന് പറയുന്നത്. അതൊരു ഭയങ്കര എൻ്റെ ടീമിലത്തെ ആൾക്കാരുടെ ജോലി പോയി. സോ ടുമോറോ ദാറ്റ് കുഡ് ബി മീ എന്നുള്ള ഒരു ഇതിലോട്ട് വന്നു അല്ലേ. അപ്പോൾ അതിന് ധൈര്യം തന്നെ എൻ്റെ വൈഫ് തന്നെയാണ്. എന്തുകൊണ്ട് സ്വന്തമായിട്ട് നോക്കിക്കൂടാ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ 4 of my friends said ഓക്കെ, നമുക്ക് ലൈക്ക് 3 of my friends including me 4 ടോട്ടൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നോക്കാം എന്നുള്ള രീതിയിലായി. ഞാൻ ഡിസൈനിൽ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ബ്രാൻഡ്സ് എന്നൊക്കെ പറയുന്ന കിങ്ഫിഷർ, ഫാസ്റ്റ് ട്രാക്ക്, പൂമ അങ്ങനെയുള്ള ബ്രാൻഡ്സിനൊക്കെ വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ തുടങ്ങിയത്. എൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാർ ബിസിനസ് നോക്കാന്നുള്ള രീതിയിലായിരുന്നു ആദ്യം. ബട്ട് വിത്തിൻ 3 months അവർ ബാക്കൗട്ടായി. അവർക്ക് പേഴ്സണൽ റീസൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പേരിലാണ് നമ്മൾ സ്ഥാപനം തുടങ്ങിയത്? ഫോർ മോങ്സ് എന്ന് പറയുന്നത്, മോങ്സ് ആർ ബേസിക്കലി ഡെഡിക്കേറ്റഡ് ടു വാട്ട് ദേ ഡു അല്ലേ. കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുക, അതാണ് നമ്മുടെ ഇത്. നമ്മൾ പ്യുവർലി വി ഡു ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് നമ്മുടെ കോർ സ്ട്രെങ്ത്. അപ്പോൾ ബാക്കിയുള്ളവർ ബാക്കൗട്ട് ചെയ്തു. ഷെരീഫ്, ഞാൻ അന്ന് ബിസിനസ്സിൻ്റെ ഒരാൾ ബാക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ ആകെ ഇതായിപ്പോയി. കാരണം എനിക്ക് ബിസിനസ് ചെയ്ത് പരിചയമില്ലായിരുന്നു. ഡിസൈനിങ് ആണ്, പിന്നെ ഡെവലപ്പ് ചെയ്യണം ചെയ്യാം. പക്ഷേ ബിസിനസ് അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കണക്ഷൻ പഴയ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്ത് അവർക്ക് ഒരു വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൺവേർട്ട് ചെയ്തു. ഫസ്റ്റ് ഓൾമോസ്റ്റ് 2.5 years ഞാൻ സാലറി ഇല്ലാതെ തന്നെ വർക്ക് ചെയ്തു. ഞാൻ അപ്പോൾ ഒരു വർക്ക് കിട്ടിയ സമയത്ത് ഞാൻ 1-2 പേരെ ഹയർ ചെയ്തു.
ഒരു 3 പേരുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്. വർക്ക് ഫ്രം ഹോമാണ്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അവർക്കുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഉള്ള പേയ്മെൻ്റൊക്കെ ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടുണ്ടായത് ഇനീഷ്യലി. സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു അത്. സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ബട്ട് നമ്മൾ എന്താ പറയുക, അത് അങ്ങനെ സ്ട്രഗിളായി തോന്നിയിട്ടില്ല. ലൈക്ക് വി ഹാവ് ടു ഡു, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഇഷ്ടമുള്ള അത്. പക്ഷെ അന്ന് വിട്ടുകളയാൻ തോന്നിയില്ല. ഇല്ല. പക്ഷെ ഭാര്യയുടെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ 2022 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി കണക്ഷൻസിൽ നമുക്ക് ഒരുപാട് ക്ലയൻസിനെ കിട്ടി, കൺവേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ എന്ന് പറയുന്നത് മൊത്തം കസ്റ്റം ഡിസൈൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് നമ്മൾ ഏത്തർ എനർജിയുടെ ഫുള്ള് ഏത്തറിന്റെ ഫുള്ള് വെബ്സൈറ്റ് ഡിസൈനും ഡെവലപ്മെന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് നല്ലൊരു വെബ്സൈറ്റ് ആണ്. അതെ. വേൾഡ് ക്ലാസ് സാധനമാണ്. അതെ. അത് നിങ്ങളാണ് ചെയ്തത്. അതെ. വേറെ ഏതൊക്കെ ക്ലയന്റ്? നമ്മൾ ലെക്സസ് വെബ്സൈറ്റ് നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എക്സലന്റ്. അവിടെ വരെ എത്തി നമ്മൾ. അതെ. ഓക്കെ. പിന്നെ അതുപോലെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്, ബ്യൂട്ടി കോസ്മെറ്റിക് ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ എൻകി പാക്ക് എന്നുള്ള ഒരു B2B കേസ് പാക്ക്, അങ്ങനെ കുറച്ച് US ബ്രാൻഡ്സ് ഉണ്ട്. ഇവിടെ തന്നെ മീഷോ എന്ന് പറയുന്ന ബ്രാൻഡിനോട് നമ്മൾ സപ്ലയർ പാനൽ ഫുള്ള് ഡിജിറ്റൽ സാധനങ്ങൾ ചെയ്തായിരുന്നു. മാൻകൈൻഡ് ഫാർമ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത വെബ്സൈറ്റ്. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ ബ്രിക്സ് ആൻഡ് മൈൽ സ്റ്റോൺ, അങ്ങനെ ഒത്തിരി നല്ല ക്ലയൻസ് കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, സ്റ്റാൻഡേർഡ് സെറ്റ്. ഫോർമോങ്സ് നമ്മൾ കാണുന്ന പോലെയല്ല, വേറെ ലെവലിലെത്തി. പക്ഷെ 2.5 കൊല്ലത്തിന്റെ ക്ഷമയും അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. അതെ അല്ലേ, ആ പെർസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതെ, വളരെ സ്ട്രോങ് ആയിട്ട് അന്ന് ഉണ്ടായ 4 പേരിൽ ഒരാൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ടെക്നോളജിയിൽ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തായിരുന്നു. പുള്ളി വളരെ റീസെൻ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ സപ്പോർട്ടില്ലാതെ ഇന്ന് ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എത്ര എംപ്ലോയീസ് ഉണ്ട് ഇന്ന്? 25 പേരോളം ഉണ്ട്. 15 പേര് ഫുൾ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 പേര്. 25 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നു. എന്ത് ടേൺ ഓവർ ഉണ്ട് നമുക്ക് ഇന്ന് ഈ വർഷം ഒരു 10 CR ടേൺ ഓവർ ഉണ്ട്. 10 കോടി. അതായത് താങ്കൾ ചെറിയ രീതിയിൽ ഒന്ന് ഒരു വർക്ക് ഫ്രം ഹോമിൽ ഇരുന്ന് ചെയ്തു തുടങ്ങിയ സാധനം 10 കോടി വിറ്റൂരിൽ എത്തിച്ചു കഴിഞ്ഞു. അത് വേൾഡ് ക്ലാസ് ബ്രാൻഡായി. പക്ഷെ അതിനിടയിൽ താങ്കൾ ഈ രാജ്യം ഒന്ന് വിട്ടു. അത് ഏത് വർഷമാണ്? 2020 രാജ്യം വിട്ടത്. ഇപ്പോൾ 5 വർഷമായിട്ട് US കാലിഫോർണിയയിലാണ് സെറ്റിൽഡ് ആണ്. അപ്പോൾ വൈഫ് അവിടെ ഉണ്ട്. അദ്ദേഹം അവിടെ ഏത് കമ്പനിയിലാണ്? അവിടെ കോഗ്നിസനിലാണ് വർക്ക് ചെയ്യുന്നത്. സീനിയർ സെയിൽസ് ഫോഴ്സ് ആർക്കിടെക്റ്റ് ആണ് പുള്ളി. അപ്പോൾ അവിടെ എത്തി, അവിടെ സെറ്റിൽഡ് ആയി. അതെ. മാത്രമല്ല അവിടെ വീട് വരെ വാങ്ങി. അതെ. എൻ്റെ ഒരു ഊഹ ശരിയാണ്, ഒരു $1 മില്യൺ എടുത്തൊരു വീട് വരെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കാലിഫോർണിയയിൽ സെറ്റിലായി. അപ്പോൾ ഈ കമ്പനി ആര് റൺ ചെയ്യും? എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. എല്ലാവരും 25 പേരും. അതെ. നിങ്ങൾ ആരും തമ്മിൽ കാണുന്നില്ല, വർക്ക് ഫ്രം ഹോം ആണ്. അതെ. ഇത്രയും വേൾഡ് ക്ലാസ് ബ്രാൻഡ് ചെയ്യുന്നവർ, 10 കോടി ടേൺ ഓവർ ചെയ്യുന്നവർ. അമേസിങ്. ഓക്കെ. അവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യും. അതെ. സി, നമ്മൾ എംപ്ലോയീസിന് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്, റൈറ്റ്? നമ്മളെല്ലാ രീതിയിലും എല്ലാ കൾച്ചറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇയർലി വൺസ് നമ്മളെല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ വർഷം നെക്സ്റ്റ് മന്ത് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ എന്താണ് കൾച്ചർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മൾ പിന്നെ ഞാൻ 22 ഫീറ്റ് ഉണ്ടായ സമയത്ത് തന്നെ സോർട്ട് ഓഫ് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അവർക്ക് വേണ്ട സംഭവങ്ങൾ ചെയ്യാനുള്ള ഒരു കോർപ്പറേറ്റ് കൾച്ചർ ആയിരുന്നില്ല. സോ അത് തന്നെ നമുക്ക് ഇവിടെയും സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താങ്ക്ഫുള്ളി നമ്മൾ ഇയർലി 2 ടൈംസ് ബോണസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട്. കാരണം നമുക്ക് ഓഫീസ് ഇല്ല, വേറെ ഓവർഹെഡ്സ് ഒന്നും ഇല്ല. അതെ. പിന്നെ അതുപോലെ പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് കൊടുത്ത് ഒത്തിരി എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വീട് വെക്കാനായാലും പല ആവശ്യങ്ങൾക്കും. അത്തരം സഹായങ്ങൾ താങ്കളുടെ സ്ഥാപനവും പണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതെ, ചെയ്തിട്ടുണ്ട്. അതേ കൾച്ചർ ഇവിടെ കൊണ്ടുവന്നു. അതെ ചെയ്തിട്ടുണ്ട്. അവർ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് മുൻപ് ആ സമയത്ത്. അപ്പോൾ അത് ഞാൻ ബിൽഡ് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് നമ്മുടെ ടീം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അതെ അല്ലേ? അതുകൊണ്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതെ, എക്സാക്ട്ലി. അതാണ്. നമ്മൾ പല ഡെവലപ്പേഴ്സും ജൂനിയർ ഡെവലപ്പേഴ്സ് ആയിരുന്നു നമ്മൾ ട്രെയിൻ ചെയ്തു. ഇപ്പം നമ്മളൊരു എന്താ പറയുക, 2024 ഇന്ത്യാസ് ബെസ്റ്റ് ഡിസൈൻ അവാർഡ് കിട്ടിയ ഒരു ഏജൻസിയാണ് നമ്മുടേത്. വെരി ഗുഡ്. അത് ഏത് ഇതിനാണ്? അത് ഏത്തറിന്റെ നമ്മൾ ചെയ്തതാണ്. പിന്നെ ക്യൂരിയസ് അവാർഡ് ഉണ്ടായിരുന്നു വേറൊരു പ്രൊജക്റ്റിന്. അങ്ങനെ ആണ്. അപ്പോൾ അത് നമ്മളൊരു ചെറിയ രീതിയിൽ കണ്ട ഫോർമോങ്സ് എന്ന് വേറെ ഒരു ഇന്റർനാഷണൽ ലെവലിലായി. അതെ, നമ്മൾ US ഓഫീസ് ഉണ്ട്. അപ്പോൾ അതെ US-ലുണ്ട്. രജിസ്റ്റർ ചെയ്തു. അതെ US രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവിടെയും ക്ലയൻസ് ആയി തുടങ്ങിയോ? അതെ. അവിടെ ഓൾമോസ്റ്റ് 6 ക്ലയൻസോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ചവറ് പോലെ കുറേ വെബ്സൈറ്റ് ഉണ്ടാക്കലല്ല നമ്മുടെ. അല്ല, ഏറ്റവും പ്രീമിയം നോക്കി അല്ലേ? അപ്പോൾ ഒരു പ്രീമിയം ആയിട്ടുള്ള എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് നോക്കുമ്പോൾ? ഒരു 20 ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ ഷെരീഫ് സെറ്റ് വെച്ചിരിക്കുന്ന ഒരു വർക്ക് കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടൊന്നും നിങ്ങളുടെ വർക്കിനെ അത് ബാധിക്കുന്നില്ല? ഇല്ല, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ബാധിക്കുന്നില്ല. സോ ഞാൻ പറഞ്ഞ പോലെ ഇയർലി വൺസ് നമ്മൾ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എംപ്ലോയീസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും
നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ വിശ്വാസം. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ. എല്ലാവരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. സോ ഇപ്പോൾ ചെയ്തേക്കുന്ന ഈ ക്ലയൻസ് എല്ലാം ത്രൂ നെറ്റ്വർക്ക്സ് ആണ്, എല്ലാം ഇൻബൗണ്ട് ലീഡ്സ് ആണ്. നമ്മൾ $1 പോലും നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ സമയം വരെ സ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടില്ല. എല്ലാം ത്രൂ നെറ്റ്വർക്ക്, വേർഡ് ഓഫ് മൗത്ത് അങ്ങനെ വന്നേക്കുന്നതാണ്. പിന്നെ ഇൻബൗണ്ട് ലീഡ്സ് ആയതുകൊണ്ട് തന്നെ ഒരു 95% ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 5% നമ്മുടെ കൾച്ചറിൽ ഫിറ്റ് ആവില്ല എന്ന് തോന്നിയ കുറച്ച് ക്ലയൻസ് മാത്രം നമ്മളായിട്ട് കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ടായുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് ഓൾസോ അബൌട്ട് വാട്ട് യു ഡു ഫോർ ദം, റൈറ്റ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോ പറഞ്ഞ ക്ലയൻസ് ആണ്. നമ്മൾ ചില ക്ലയൻസിന് അവർക്ക് ടെംപ്ലേറ്റ് മതി, അങ്ങനെ മതി, ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. ബട്ട് ക്വാളിറ്റി ഔട്ട്പുട്ട് സംടൈം ടേക്സ് ടൈം. അപ്പോൾ ഒരു പേഷ്യൻസ് എന്തായാലും വേണം. താങ്കൾ കണ്ണൂരുകാരനാണ്, പക്ഷെ താങ്കളുടെ ബേസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. താങ്കളാക്കിയത് അല്ലേ? ഷെരീഫിനെ ഷെരീഫാക്കിയത്. അതെ. ബാംഗ്ലൂരിനെ മറന്നോ? അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ബാംഗ്ലൂരുണ്ട്. ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ട്, 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്, വീടുണ്ട്. ബാംഗ്ലൂരിൽ പോയി താമസിക്കാറുണ്ട്. പിന്നെ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ. 2-3 പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങിച്ച് റെന്റിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ താങ്കളുടെ പാരൻസ് ഒക്കെ അവിടെ തന്നെയാണ്? ഇപ്പോഴും കണ്ണൂർ തന്നെയാണ്? കണ്ണൂർ തന്നെയാണ്. വൈഫും താങ്കളും കാലിഫോർണിയയിലാണ്? അതെ അതെ. കുട്ടികൾ? ഒരു കുട്ടി 2.5 വയസ്സ്. അപ്പോൾ വൈഫും ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്? അത്ര ഇൻവോൾവ് അല്ല, എന്നാലും ബാക്ക് എൻഡ് സപ്പോർട്ട് ഇപ്പോഴും സപ്പോർട്ടുണ്ട്. അദ്ദേഹം ആ കമ്പനിക്ക് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും? അതെ അതെ അതെ, കോഗ്നിസന്റ് വർക്ക് ചെയ്യുന്നത്. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവിയിൽ ഇപ്പോൾ AI ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി ഇരിക്കുകയല്ലേ. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് പ്രോട്ടോടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. സോ കുറച്ചുകൂടെ പ്രോഡക്റ്റും കൂടെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലയൻസിന് ആ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യണം. ഒരു ചാറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ദർ ആർ മോർ ഐഡിയാസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു 1-2 ഇയേഴ്സിൽ നമുക്ക് കുറച്ചും കൂടെ AI ഇൻവോൾവ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള സംഭവങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്യുവർലി സർവീസ് ബേസ്ഡ് ആണ്. ബട്ട് സർവീസിൻ്റെ കൂടെ പ്രോഡക്റ്റ് കൂടെ സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ വെബ് ആയാലും അതിന് പ്രോഡക്റ്റ് അത്യാവശ്യമാണ്. നമ്മൾ വെബ് മാത്രമല്ല, മൊബൈൽ ആപ്സ് ചെയ്യാറുണ്ട്. അതുപോലെ ഒത്തിരി കമ്പനീസിന്, അതായത് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അവരുടെ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. US ബ്രാൻഡ്സ് ആയാലും ഇന്ത്യയിലുള്ളതായാലും അവരുടെ MVP ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും ആ പ്രോഡക്റ്റ് ഗോ ടു മാർക്കറ്റിലേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. പിന്നെ സീരീസ് ഓഫ് ഫണ്ട് റേസ് ചെയ്യാൻ നമ്മൾ MVP ബിൽഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ. അതിൻ്റെ സ്ട്രാറ്റജി ആയാലും ഡിസൈൻ ആയാലും ഡെവലപ്മെൻ്റ് ആയാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ സ്മോൾ ടീമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുക, ക്വാണ്ടിറ്റി കുറേ എടുക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള സംഭവം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു പ്രീമിയം ലെവലെത്തിയത് കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നതും, അല്ലെങ്കിൽ ക്ലയൻ്റ് ആയാലും ഓക്കെ ആവുന്നതും. അല്ല, ഇതെല്ലാം ഒരു ട്രസ്റ്റ് അല്ലേ നമ്മൾ? തീർച്ചയായിട്ടും നമ്മളത് ബിൽഡ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഷെരീഫിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, താങ്കളൊരു കാര്യത്തിൻ്റെ പുറകെ പോയാൽ അതങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് കളയുന്ന ഒരാളല്ല. കാരണം താങ്കളുടെ ആദ്യത്തെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണെങ്കിലും ഈവൺ ഒരു ഹോട്ടൽ ജോലിയാണെങ്കിലും ആദ്യമായി കിട്ടിയ ആ തൊഴിലാണെങ്കിലും അവിടെ നിന്ന് പിടിച്ച് കയറി വേണ്ട ആ 2.5 വർഷത്തെ അധ്വാനം, അതായത് സാലറി പോലും എടുക്കാതെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ആർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ ആ പ്രായത്തിൽ. തീർന്നില്ല, താങ്കളുടെ പ്രണയ ജീവിതത്തിൽ പോലും 5ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയം ഇന്ന് കല്യാണം കഴിഞ്ഞ് 2.5 വയസ്സുള്ള കുഞ്ഞുമായി അമേരിക്കയിൽ ജീവിക്കുകയാണ് താങ്കൾ, അല്ലേ? നമ്മുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ എവ്രി വൺ നീഡ്സ് ക്വിക്ക് സക്സസ്, ക്വിക്ക് മണി, ക്വിക്ക് ബക്സ്, അല്ലേ? എല്ലാം അതാണോ ലോകം? ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ പ്രസക്തി എന്താണ്? ഈ പുതിയ തലമുറ, താങ്കളെപ്പോലെ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന നിരവധി ജെൻസി നമ്മുടെ മുമ്പിലുണ്ട്, ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? നമ്മൾ ഒരു സംഭവം ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് പേഷ്യൻസ് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും പെട്ടെന്നാവില്ല. സോ അതിനുവേണ്ടി അധ്വാനിക്കുക മാത്രമല്ല, സംടൈംസ് അത് ഫെയിലാവും, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു കണ്ടിന്യൂ. അല്ലെ, ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അവിടെ എത്തും. അതിനുള്ളൊരു പേഷ്യൻസ് വേണം. പിന്നെ എന്ന് പറയുന്നത് കുറേ ഐഡിയാസ് വെച്ച് അതിൻ്റെ പുറകെ പോകുന്നതിനുള്ള നല്ലത് വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്നുള്ളത് സ്വയം വിലയിരുത്തുക, എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് നമ്മൾ ഫോക്കസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫോക്കസ് ചെയ്ത അതാണ്. ഐ വാസ് ഗുഡ് അറ്റ് ദിസ്. ബട്ട് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ബട്ട് എനിക്കൊരു ബേസ് ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. ചിലപ്പോൾ ഒരു 8ാം ക്ലാസ് മുതൽ ഞാൻ
ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു പിന്നെ സെയിൽസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കമ്പനി വന്നപ്പോൾ അതിൽ നിന്നൊരു വീട്ടിലൊക്കെ പോയി സ്കൂൾ വെക്കേഷനൊക്കെ ചെയ്ത് പിന്നെ വീട്ടുപോറും സാധനങ്ങളൊക്കെ വിൽക്കുമായിരുന്നു ഞാൻ ആ സമയത്ത്. ഇപ്പോൾ ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ, അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ ബാഗ് എടുത്തിട്ട് ഞാൻ പയ്യന്നൂർ ഒരു വീട്ടിൽ കയറിപ്പോയപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ വീട്ടിലോട്ടാണ് കയറിപ്പോയത്. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് പുറത്തു വന്നപ്പോൾ ഞാൻ ആകെ ചമ്മി നാണം കെട്ടു, തിരിച്ച് നടത്തുന്നതാണ്. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ ടീച്ചറിന് മനസ്സിലായി ഞാനാണ്. പക്ഷേ ടീച്ചറിന് ഒരിക്കലും അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ പക്ഷേ ടീച്ചർ എന്നെ വിളിച്ച് അന്ന് ടീച്ചർ എൻ്റെ അടുത്ത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു, ദയവേത് ഇത് പുറത്താക്കി പറയരുത്, അത് മറ്റുള്ളവർ അറിഞ്ഞു. ടീച്ചർ പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആക്ച്വലി. ഞാൻ പറഞ്ഞു ഇങ്ങനെ വീക്കെൻഡ് ഞാൻ ചെയ്യാറുണ്ട്, എൻ്റെ പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ ഇത് സെറ്റാവും. അതുപോലെ തന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴായാലും ഇത് ചെയ്ത് +2ൻ്റെ എല്ലാ ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പൈസ കൊണ്ട് തന്നെ വാങ്ങിച്ചു. അതൊക്കെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ബാക്കിയുള്ള പൈസ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അന്നും ഇന്നും ആ കഠിനാധ്വാനം തന്നെയാണ് ഷെരീഫിൻ്റെയും 4 months-ൻ്റെയും വിജയം. അതെ. നിങ്ങൾ കേട്ടു, ഷെരീഫ് കണ്ണൂരുകാരനാണ്, മലബാറുകാർ കഠിനാധ്വാനികളാണ്, നന്മയുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ കഥ പോലെ തോന്നാം നമുക്ക്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയം പൂണിയ എന്നൊക്കെ പറഞ്ഞാൽ, അതും നമ്മുടെ ഇന്നത്തെ കാലത്ത് വേറൊരു മതസ്ഥയായ ഒരു പെൺകുട്ടി. പക്ഷെ അദ്ദേഹം ഒളിച്ചോടുകയായിരുന്നില്ല, എവിടെയും വിളിച്ചുകൊണ്ട് ഓടിപ്പോയില്ല. 2 പാരൻസിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ സെറ്റിൽഡായി ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനാണ്. ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നു. പക്ഷേ ഡാറ്റ എൻട്രി ഒരു സ്ഥാപനത്തിൽ കിട്ടിയ ജോലി, അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല കണ്ടെത്തി എന്നുള്ളതാണ്. എൻ്റെ ഈഗിൾ കോച്ചിങ്ങിൽ ഞാൻ പറയുന്നൊരു വാചകമുണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വേൾഡ് ക്ലാസ് അറ്റ് ഫ്യൂ തിങ്സ് ആൻഡ് മീഡിയോക്കർ അറ്റ് മെനി തിങ്സ്. നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനറിയാം എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് വളരെ കുറച്ച് കാര്യങ്ങൾ അത് ഭംഗിയായി ചെയ്യാനറിയാമെന്ന് പറയുന്നത്. അതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഷെരീഫ്. അദ്ദേഹം ഒരു കർമ്മമേഖല കണ്ടെത്തി, ഡിസൈനിങ്. അതിൽ വളരെ ഫോക്കസ് ചെയ്ത് നമ്മൾ എലിമിനേഷൻ എന്ന് പറയും, നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കസ്റ്റമറുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ മതി. ഏതൊരു പോലെ നല്ല മികച്ച ബ്രാൻഡുകളുമായാണ് അദ്ദേഹം വന്നത്. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് ക്ലാസ് കമ്പനി അദ്ദേഹത്തിന് ബിൽഡ് ചെയ്യാൻ പറ്റി. തീർന്നില്ല, വർക്ക് ഫ്രം ഹോം. ആലോചിക്കുക, നമ്മളെ റെൻറ്റ്, ഓഫീസ്, ഫർണിഷിങ്, ഇതൊന്നുമില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തായിരുന്ന് 25 പേരിരുന്ന് വർക്ക് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഭാവിയിലെ ബിസിനസ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് ഷെരീഫിനെ പോലുള്ള ചെറുപ്പക്കാരുടെ വിജയം. അദ്ദേഹത്തിൻ്റെ എളിമയുള്ള തുടക്കം വലിയ വിജയമാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ 10 കോടി വിറ്റുവരവ്. അദ്ദേഹം നാടിനെ മറന്നിട്ടില്ല, നാട്ടിലേക്ക് വന്നു. അദ്ദേഹം ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ 25 എംപ്ലോയീസ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ഇത്തരം നല്ല സംരംഭകർ, പാഷനേറ്റ് ആയിട്ടുള്ള സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവണം. എങ്കിലേ നമ്മുടെ സംരംഭകത്വ കൾച്ചർ വളരുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു മോഹമുണ്ട് നാട്ടിൽ തന്നെ വന്ന് ഭാവിയിൽ സെറ്റിൽ ആവണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ശരി, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഞങ്ങൾ വളരെ എളിയ തുടക്കത്തിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് 25 പേർക്ക് നമുക്കൊരു കുടുംബത്തിന് ആശ്രയമാവുന്നു അല്ലേ, അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ താങ്കൾ കണ്ട ആ ജീവിതം അമേരിക്കയിൽ സെറ്റിൽഡാണ്, ഇനി ഭാവിയിലൂടെ വരട്ടെ, ഇവിടെ ഉയരങ്ങളിലെത്തട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൽ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സർ.